എനിക്ക് ആദ്യം ഒരു ആഗ്രഹം ഉണ്ടായി ഹെയർ ഡൊണേഷൻ ചെയ്യാൻ. അന്നപ്പോൾ ഒരു തവണ ഞാൻ ചെയ്ത സമയത്ത് ഓപ്പറേഷൻ സമയം കൊണ്ട് വെട്ടേണ്ടി വന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദിവ്യാംഗ് ചൈൽഡ് വിമൻ വെൽഫെയർ സൊസൈറ്റിയിലെ അംഗം കൂടിയായ ഗൗതം കൃഷ്ണയാണ് നീട്ടി വളർത്തിയ മുടി ക്യാൻസർ രോഗികൾക്ക് നൽകാൻ തീരുമാനിച്ചത്. ജന്മന ഗൗതം കൃഷ്ണയുടെ ഇരു കൈകൾക്കും സ്വാധീനക്കുറവുണ്ട്. നീട്ടി വളർത്തിയ മുടി ദാനം ചെയ്യണമെന്നത് തന്റെ ആഗ്രഹമാണെന്ന് ഗൗതം കൃഷ്ണ പറഞ്ഞു. എനിക്ക് ആദ്യം ഒരു ആഗ്രഹം ഉണ്ടായി ഹെയർ ഡൊണേഷൻ ചെയ്യാൻ. അന്നപ്പോൾ ഒരു തവണ ഞാൻ ചെയ്ത സമയത്ത് ഓപ്പറേഷൻ സമയം കൊണ്ട് വെട്ടേണ്ടി വന്നു. പിന്നീട് തുടങ്ങിയ സമയത്ത് നൗഷാക്കാരനോട് ചോദിച്ച് ഇതെന്താ പുതിയ ഫാഷനാണ്. അപ്പം ഞാൻ പറഞ്ഞ ഫാഷൻ അല്ല, ഡൊണേഷൻ ഇല്ലാന്ന്. ഗൗതം കൃഷ്ണയ്ക്ക് മുഴുവൻ പിന്തുണയുമായി അമ്മ സുകന്യയുമുണ്ട്. തന്നെ കൊണ്ടാവുന്ന സഹായം പാവപ്പെട്ടവർക്ക് നൽകണമെന്ന മകന്റെ ആഗ്രഹത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തതെന്ന് അമ്മ പറഞ്ഞു. നമ്മൾ ഫോണിലൊക്കെ കാണുന്നുണ്ട് ഓരോരുത്തർ മുടി കൊഴിഞ്ഞിട്ട് വല്ലാതെ ബുദ്ധിമുട്ടാകുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ. അപ്പം അവനൊന്ന് ചോദിച്ചു എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അമ്മേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് മുടി വളർത്തുന്നതിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കാരണം അവന് തീരെ പ്രതിരോധശേഷി ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഓക്കെ പറഞ്ഞതിനെ കൊണ്ട് അവൻ്റെ ആഗ്രഹത്തിൽ കൂടെ നിന്നു. പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി വിഗ് ദാനം ചെയ്യുന്ന കുന്നമംഗലത്തെ റൊസാരിയ കെയർ ഫൗണ്ടേഷൻ കൂടി ചേർന്നതോടെയാണ് ഗൗതം കൃഷ്ണയുടെ ആഗ്രഹം സഫലമായത്. ഇതുപോലെയുള്ള കുഞ്ഞുമക്കളെ, ഒത്തിരി കുഞ്ഞുമക്കളാണ് ഈ ഒരു ഹെയർ ഡൊണേഷനുമായിട്ട് അവരുടെ താല്പര്യപ്രകാരമാണ് അവർ കടന്നു വരുന്നത്. കാരണം അവർ കാത്തു സൂക്ഷിച്ച് മുടി ഇവിടെ വന്നിട്ട് വെട്ടിയിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 35,000 രൂപയോളം വരും ഒരു ചെറിയ വിഗ്ഗിന്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫ്രീ ആയിട്ടാണ്. ഇനിയും പാവപ്പെട്ടവരെ സഹായിക്കാൻ മുടി നീട്ടി വളർത്താൻ തന്നെയാണ് ഗൗതം കൃഷ്ണയുടെ തീരുമാനം. മീഡിയ 1 കോഴിക്കോട്.